നമസ്കാരം. മക്കളെ കല്യാണം കഴിഞ്ഞാ ചോദിച്ച പണ്ടത്തെ ടൈപ്പിലുള്ള നമ്മളെപ്പോലുള്ള തലവന്മാർക്കൊന്നും ഇപ്പൊ രക്ഷയില്ലല്ലോ. അപ്പൊ അല്ലാതെ നമുക്ക് ചെന്ന് ചോദിപ്പാണ് കാര്യം. നിങ്ങൾ കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞാ? നമ്മളല്ലേ നല്ല ബാച്ചുകളുണ്ടെന്ന് പറയായിരുന്നു. മാസ്ക് അടിക്കും. എന്തുപറ്റി? മാസ്ക് അടിക്കും. നോക്കട്ടെ ആളായിരുന്നു. ഹലോ ഹലോ ഇങ്ങോട്ട് നമ്മളെ കല്യാണം നിങ്ങൾക്ക് കല്യാണം എൻ്റെ രണ്ട് തുടരുന്നുണ്ട്. ഹലോ രാമാടേ, എടേ ഇന്ന് നീ മറ്റേ പയ്യൻ്റെ കേസ് പറഞ്ഞില്ലേ? അവൻ്റെ പേരെന്തോടെ? ബിജുവാ. ഞാൻ അന്ന് പറഞ്ഞില്ലേ മറ്റേ കൊച്ചിന് ഇന്ന് ജോലിക്ക് പോകണ്ട. അപ്പോൾ ഇന്ന് ലീവാണ്. അപ്പോൾ ഇന്ന് വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു 10-10:30 മണിയാകുമ്പോൾ നിനക്ക് എത്താൻ പറ്റുമോ? ഞാൻ തനുവച്ചപുരം ജംഗ്ഷനിൽ നിൽക്കാം. പെണ്ണ് കാണൽ ചടങ്ങാണ് ഓ മൈ ഗോഡ് എപ്പിസോഡിൽ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് കൂട്ടുകാരൻ ഒരു ബ്രോക്കറുടെ സഹായത്തോടെ ചെറുക്കനെ പെണ്ണ് കാണാൻ കൊണ്ടുവരികയാണ്. ഇനിയാണ് പ്രാങ്ക് അംഗം. മറ്റേ ഞാൻ പറഞ്ഞ റാമെന്ന് പറഞ്ഞ റാമിൻ്റെ ഫ്രണ്ടാണ്. ഇതാണ് പയ്യൻ. ഇന്നലെ ഈ റൂട്ടായിരുന്നു നിങ്ങൾ ഒരു 2 ലോറി ഓടിയത്. നമ്മളെ വണ്ടി നിങ്ങൾ കണ്ട എവിടെ? ഞാൻ നമ്മളാ ധനുച്ചപുരത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. അത് മറ്റേ സുധേവൻ. കാരണം ഇപ്പം മണ്ണടിക്കാൻ വേണ്ടി അവർ ഓടിയ വണ്ടികളാണ്. 3 JCB ഉണ്ട്. എടുക്കാനും ആളില്ല. ഇപ്പം ഇന്നിപ്പം ആളുമില്ല കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ രാവിലെ പോയി ഒരു JCB കാരൻ്റെ പണി ചെയ്തിട്ട് അവനെ ക്ലിയർ ചെയ്ത് ആ പൈസയും കൊടുത്തിട്ടാണ് വന്നത്. ഈ നോക്കാൻ പറക്കാൻ ആള് വേണ്ടേ? ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എല്ലാം അന്യാധീനപ്പെട്ടു പോകണം. ഞാൻ പിന്നെ 5-6 ഞാൻ കൊടുക്കാൻ പറഞ്ഞു വണ്ടി. പക്ഷെ അങ്ങനെയൊന്നും ഇനി കൊടുക്കണ്ട. അല്ല, ഈ നോക്കാൻ ആള് വേണ്ടേ? നമ്മൾ ഈ എല്ലാം വാങ്ങിച്ചിട്ടാൽ മാത്രം മതിയാ? കിടക്കണം. നിങ്ങൾക്കറിയാലോ സ്ഥലം. അതെ എനിക്കറിയാം. അവിടെ കിടക്കും. പരണ്ടോട് വാങ്ങോ എവിടെ ഇനി തിരുവനന്തപുരം പരിശോധിക്കാനുള്ള സ്ഥലം കൊടുത്താൽ പരിശോധിക്കാനുള്ള കിടക്കുന്നത് ആശുപത്രിക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞു ആശുപത്രി ചോദിക്കുന്നു ഇത്രയും സ്ഥലം അങ്ങ് തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാമെന്നറിയാം. ഇനിയൊരു ബിജു ജോലി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതിന്റെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ജോലിക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. അല്ലാതെ കുറച്ച് ഇതൊക്കെ ആസ്തി കാര്യങ്ങളുണ്ട്. കുടുംബത്തിനുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. അണ്ണം പറഞ്ഞു കാണും അല്ലേ കാര്യങ്ങളൊക്കെ. ബിജു ആദ്യത്തേത് ഒന്ന് കല്യാണം സഹോദരിയുടെ കാര്യമല്ലോ. അത് പറഞ്ഞു. ആദ്യത്തെ ഒരു നമ്മൾ നല്ലൊരു കക്ഷി തന്നെയായിരുന്നു. അണ്ണൻ തന്നെ കൊണ്ടുവന്നത്. എന്ത് പറയാം, VSSCയിലെ ഒക്കെ സംഭവം ഈ റോക്കറ്റിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് അത് വന്നത്. പക്ഷേ ഒന്നും പറയണ്ട. അല്ല, സംഭവമൊക്കെ ശരിയായിരുന്നു. പക്ഷേ ശരിയായിരുന്നു. സംഭവം ശരിയായാൽ പോരല്ല, എല്ലാം ശരിയാവണ്ടേ. ഈ ബിജു വെറുതെ ഇരുന്ന് തിന്നാൽ മതിയായിരുന്നു. ഇട്ടുമൂടാനുള്ള പൈസ ഉണ്ട്, വേറെ ഒന്നും കൊണ്ട് പറയാനല്ല. ഇട്ടുമൂടാനുള്ള കാര്യങ്ങൾ. പക്ഷേ അവന് കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് അവൻ നോക്കിക്കണ്ട് പോയാൽ മതിയായിരുന്നു. വേറെ ഒന്നും അവനില്ല. അവന് നമ്മൾ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞു. അണ്ണം കൊണ്ടുവന്ന കേസാണ്. ഒരുവിധം കുഴപ്പമില്ലാത്ത ഇതാണ്. നമ്മളെ കുടുംബത്തിൽ വേറെ ചില കേസുകളിലും അണ്ണ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോയിട്ടില്ല. ഇത് അബദ്ധം. പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞ് എന്നെ കൊടുത്തു. പൊന്നുപോലെ നോക്കുമെന്ന്. പക്ഷേ അവൻ എന്തായാലും പിന്നെ ബാക്കി വിളിക്കാം. നിനക്ക് ഹൈവേയിൽ ഉടനെ ലോറി, കുറേ ലോറികളും JCB ഒക്കെ ഉണ്ട്. ഹൈവേയിൽ തന്നെയാണ് നിൻ്റെ വീടും ഉള്ളത്. സാമ്പത്തികമായിട്ടും നിനക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പം 2ാം ഘട്ടമായതുകൊണ്ട് ആദ്യം കെട്ടിച്ചത് അത് ഞാനാണ് എല്ലാം റെഡിയാക്കിയത്. അഹങ്കാരം പിടിച്ച വെറുതെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് തിന്നാനുള്ളതിന് വേറെ ഒന്നിനും പോകണ്ട. നിനക്ക് ഇവിടുത്തെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാ? ഒന്നും ഉണ്ടായിരിക്കണം. ചോദിച്ചത് ടെൻഷനൊന്നും വേണ്ട കേട്ടാ. ടെൻഷനൊന്നുമില്ല. പിന്നെ കാണുക, ഇഷ്ടപ്പെട്ടല്ലോ രജിസ്റ്റർ കാര്യങ്ങൾ പറയാം. നിങ്ങൾ എന്താണ് സംസാരിക്കണം അത് സംസാരിക്കുക. നിനക്ക് എന്തെങ്കിലും ചോദിക്കുക പറയാനുണ്ടെങ്കിൽ അതൊക്കെ എടുത്തോണം. അത് ഇനിയിപ്പം സംസാരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക. പിന്നെ ഒരു ഇത് ഉണ്ടാക്കരുത്. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നേരെ പോ. ഇന്ന് വരെ 238ാമത്തെ ഇതാണ് ഞാൻ പറഞ്ഞ. എൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നിന്നാണ്. നീ വേറെ ഒന്നും പേടിക്കണ്ട. കൂടെ ഞാൻ ഉണ്ട്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ അതനുസരിച്ച് ചോദിക്കുന്നതിന് ഒപ്പിച്ച് നീ അത് ഡീൽ ചെയ്തോണം.
നീ അല്ലാതെ ഞാൻ ഇപ്പം എൻ്റെ ഞാൻ തന്നെ പറയുമ്പോൾ നീ മഫനാണെന്ന് പറയില്ലേ, മനസ്സിലായില്ല. അതുകൊണ്ടാണ് അത് നീ അതനുസരിച്ച് പറഞ്ഞോണം എല്ലാം ക്ലിയറായിട്ട്. വയസ്സ് ഇപ്പോൾ എത്രയായിരുന്നു? 38 കഴിഞ്ഞു. 35 പറഞ്ഞാൽ കേട്ടോ. അതിൻ്റെ ആവശ്യം 35 കൂട്ടി പറയേണ്ട കാര്യമില്ല. ഇന്നുള്ള കാലഘട്ടത്തിൽ ഇത് 25-28 വരുള്ളൂ. 2 വയസ്സ് കുറച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലടേ. അതില്ല. ഇപ്പോൾ ഇടയെ പോടെന്ന് വിളിക്കുന്നു. ഇത് കഴിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഞാൻ സാറേന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. ആ ഇതാ. അയ്യോ ഇതിപ്പം ചടങ്ങാറ്റി തന്നെ. പെട്ടെന്ന് ഗായത്രി ബാ. ഇതിലേതാ ചെറുക്കൻ? ചെറുക്കൻ ഇതാണ്. എടുത്ത് കൊടുക്ക്. അതൊരു തവണ എന്നെ കൊണ്ട് അടിച്ചു കൊടുത്തല്ലയോ, അത് കഴിഞ്ഞ് വേണമെങ്കിൽ എടുത്ത് കുടിക്ക്. കുടി. സൗരി ഇത് ഞാനേ അന്നൊരു അബദ്ധം എൻ്റെ ഇതിൽ കൊണ്ട് പറ്റിപ്പോയി. അബദ്ധമൊന്നും അല്ല, മനസ്സിലായ? ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അറിയിച്ച് വിവരങ്ങളെല്ലാം തിരക്കി പിടിച്ചതിന് ശേഷം വേണം ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് തന്നെ. അത് അതിന് ഉള്ള പ്രത്യേകമായിട്ടാണ് ഞാൻ അതിനെ കൊണ്ടുവന്നത്. അപ്പോഴുണ്ടായ ആ പേരുദോഷം മൊത്തം ഈ പയ്യനെ അതിനുള്ള ഒരു പയ്യനെ എല്ലാം തരുന്ന ഒരു പയ്യനാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പേടിക്കുകയോ ഒന്നും ചെയ്യണ്ട. ജോലി എന്തുവാ? ബിസിനസ് ഉണ്ട്, അല്ലാതെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഉണ്ട്. പേരെന്തുവാ? ബിജു. വീട് എവിടാ? പേരുൾപ്പെടെ മണ്ണാകുന്നില്ല. ബിസിനസ് എന്തോന്നാ പറഞ്ഞു? എനിക്ക് കെട്ടിടത്തിൻ്റെ ഉണ്ട്, അല്ലാതെ ഉണ്ട്. പച്ചക്കറി അങ്ങനത്തെ അതുണ്ട്. ആളിനെ നിർത്തിയാ ചെയ്യിക്കുന്നത്. പച്ചക്കറി അതിൻ്റെ ഇതൊക്കെ. എനിക്കിതൊന്നും വേണ്ട. പച്ചക്കറിയും വേണ്ട, ബിസിനസ്സും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ കോടിക്കണക്കിന് സ്വത്ത് കിടപ്പുണ്ട്. ഇവിടെ നോക്കി നടത്തി നിൽക്കാന്നുണ്ടെങ്കിൽ മാത്രം മതി. അതൊന്നോളൂ. ആ ഇരിക്കുന്നതിനെ കണ്ടിട്ട് ഒരു കള ലക്ഷണമല്ലോ. അയ്യോ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ് ഇതിൻ്റെ. ഈയിടെ ദിവസം നമ്മുടെ കുറച്ച് പാത്രങ്ങൾ ഉരുളിയൊക്കെ പോയത് അറിയാവോ? അതേപോലെ ഇരിക്കുന്നില്ലേ? അയ്യോ അങ്ങനെയുള്ള അങ്ങനെയുള്ള നീ ഈ ശക്തി മിണ്ടത്തി ഞാൻ കേട്ടത്തില്ല. വേറെ എന്തൊക്കെയുണ്ട് പറ. വേറെ എനിക്കൊരു അമ്മയുണ്ട്. ഒരമ്മയുള്ളൂ? എല്ലാവർക്കും പിന്നെ 2 അമ്മയാണോ ഉള്ളത്? അവർ സംസാരിക്കട്ടെ. സഹോദരിയുണ്ട്. എത്ര പേര്? കെട്ടിച്ചു വിട്ടോ? കല്യാണം കഴിച്ചു വിട്ടു. അത് നല്ല നല്ലതിലാണ് പോയത്. ബാധ്യതയായിട്ടൊന്നും വരത്തില്ല. ഒരു ബാധ്യതയില്ല. പിന്നെ വേറെ ആരുണ്ട്? വേറെ അവളെ പിള്ളേരുണ്ട്, ഭർത്താവുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ബാധ്യത എന്തെങ്കിലും ഉണ്ടെന്നാണ് ചോദിച്ചത്. അങ്ങനെ ബാധ്യതകളൊന്നും. അതറിഞ്ഞാ മതി. അവര് സംസാരിക്കട്ടെ. അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങള് ഞാൻ സംസാരിച്ചോട്ടെ. നിനക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം നടത്തിയാൽ മതി. ഒന്നേ ഇങ്ങനെയായി കേട്ടോ. മതി എനിക്കറിയാം. നിങ്ങൾ സംസാരിക്കും. അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കേട്ടോ. എന്തോ പേരെന്തോന്ന് പറഞ്ഞേ? ബിജു. ബിസിനസ്സാ അല്ലേ? ബിസിനസ്സുകളെല്ലാം വേണ്ടാന്ന് വെക്കണം. വീട്ടിൽ പോകാൻ പറ്റൂല. ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ എനിക്ക് എൻ്റെതായ കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. അത് അംഗീകരിക്കാൻ തയ്യാറാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റൂല. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പുറത്ത് പോകണം എന്ന് വെച്ചാൽ നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ പാടില്ല. തിരിച്ചു വരുന്നു, നീ ഇത്ര നേരം എവിടെ ആയിരുന്നു എന്ന് ചോദിക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായി? ഭർത്താവ് അതല്ല ഞാൻ പറയാൻ വരുന്നത്. ഭർത്താവാന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും അടിച്ചേൽപ്പിക്കാൻ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അതാ മുന്നേ പറയണേ. എനിക്ക് എൻ്റെതായ കുറെ കാര്യങ്ങളും അഭിപ്രായങ്ങളും പറയാനുണ്ട്. ആദ്യമേ എൻ്റെ ഒരു വിവാഹം നടത്തി പോയ ആളാണ് വിവാഹം നടത്തി തന്നത്. ഏതാണ്ട് വലിയ ബിസിനസ്സോ SRL അങ്ങോട്ട് ജോലി, റോക്കറ്റ് വിക്ഷേപണം എന്നൊക്കെയാണോ പറഞ്ഞേ. എന്തോ അതൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്ന് ഞാൻ പറയണത് പോലെ ആദ്യമെല്ലാം കേട്ടെ. പിന്നെ പോകെ ആള് കുടി അങ്ങ് തുടങ്ങി. പുറത്തു പോയി കുടിയായി. പിന്നെ കൂട്ടുകാരെ കൊണ്ട് വീട്ടിൽ വരവായി. അവസാനം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ വെള്ളം അടിക്കാൻ പോകണ്ട, ഞാൻ നിങ്ങൾക്കൊരു കമ്പനി കൂടാന്ന് പറഞ്ഞു. അത് എൻ്റെ കാലക്കേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ, വെറുതെ ഒന്ന് പറഞ്ഞു പോയതാ. പക്ഷേ പിറ്റേ ദിവസം മുതൽ അങ്ങേറോടെ കമ്പനി കൂടി ഞാൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് വിഷമമൊന്നും ഇല്ലല്ലോ. അങ്ങനെ കമ്പനി വൈകുന്നേരം കൂടി എനിക്ക് വൈകുന്നേരം 2 പെഗ് അടിച്ച് അതിൻ്റെ കൂടെ 2 കോഴിക്കാലും കടിക്കുക. എനിക്ക് ഉറക്കം വരില്ല.
അയ്യോ കുയ്യോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് 2 ബക്ക് അടിച്ചെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അതിലൊക്കെ സമ്മതമാണെന്നുണ്ടെങ്കിൽ മതി. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളല്ല, അതിൻ്റെ ഇഷ്ടം അപ്പുറം ഇപ്പുറമൊക്കെ കിടക്കുന്നത് നമ്മുടെ പറമ്പാണ്. അപ്പോൾ ഇതെല്ലാം നോക്കി നടത്താൻ ഒരാളിനെ എനിക്ക് ആവശ്യം. മനസ്സിലായേ? ഇവിടുന്ന് എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അമ്മയെ കാണാൻ പോകണം, എനിക്ക് സഹോദരിയെ കാണാൻ പോകണം, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പറഞ്ഞു മനസ്സിലായല്ലോ? അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. എന്താ പറയുന്നത്? എന്തോ പറയണ് പറ. എനിക്ക് ഇപ്പൊ തന്നെ അറിയണം മറുപടി. പിന്നെ ബ്രോക്കറിനെ വിളിച്ചിട്ട് ഞാൻ പറയാം, അങ്ങനെ പറയാം, ഇങ്ങനെ പറയുന്നത്. ഒരെണ്ണത്തിനെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി അവസാനം ഞാൻ എന്തെടുത്തെന്നറിയാം, എത്ര 25 ലക്ഷം രൂപയും അപ്പുറം ഇപ്പുറം കിടന്ന കുറെ വസ്തുവും കുറെ സ്വർണം വേണമെന്ന് പറഞ്ഞു. കുറെ സ്വർണ്ണം അല്ലാതെ കൊടുത്ത് എൻ്റെ തലേന്ന് ഞാനങ്ങ് ഒഴിച്ചു വിട്ട്. പറഞ്ഞു മനസ്സിലായാലോ? ഞങ്ങൾ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ടില്ല, ഒഴിച്ചങ്ങ് വിട്ടു. എനിക്ക് വയ്യ. പിന്നെ അത് ഇത് ചെയ്യ്, എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അത് ഉണ്ടാക്കിത്ത ഇതുണ്ടാക്കിത്തെന്ന് പറയുന്നേ നിർബന്ധിക്കാൻ പാടില്ല. ഞാൻ എന്തോ ഉണ്ടാക്കി തരുന്ന അത് കഴിക്കുക. ഞാൻ ഉണ്ടാക്കണ്ട, എനിക്കിവിടെ ആൾക്കാരുണ്ട് ചെയ്തു തരാൻ. നീ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്താ ഇയാളുടെ പേരെന്താ? ബിജുവിനോട് പറയുക, ഇയാൾക്ക് ഇതൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. കോടിക്കണക്കിന് സ്വത്ത് കിടക്കുക, വെറുതെ ആർക്കും കൊടുക്കാനില്ല. ഇത് പറഞ്ഞ് താല്പര്യമുള്ള ഒരാൾ കൊണ്ടുവന്നാൽ മതിയെന്നാണ് ഞാൻ പുള്ളിയുടെ. 2ാം കെട്ടാണെന്ന് അറിയാമല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം, മുന്നത്തെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എനിക്കത് തിരക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് ബന്ധം ഒഴിഞ്ഞ് ഇത്രയെല്ലാം കൊടുത്തു വിട്ടില്ലേ, എന്നിട്ട് അവിടെ ഇവിടെയും വരും ബഹളം ഉണ്ടാക്കാനായിട്ട്. എന്തിനെന്നറിയാം? എത്ര ആലോചന ഇതിൻ്റെ ഇടയ്ക്ക് വന്നെന്നറിയാമോ? ആ ആലോചന മൊത്തം ഈ മനുഷ്യൻ തള്ളിക്കടത്തി കളയും. മൊത്തം എന്തെല്ലാം പറഞ്ഞാണെന്ന് പറഞ്ഞു വിടുന്നറിയാമോ? ഞാൻ തൻ്റെടി ആയതാ. തൻ്റെ അടുത്തര ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത്രയും മുതൽ ഞാൻ നോക്കി നടത്തുന്നില്ല. എൻ്റെ തൻ്റെ ഇടം കൊണ്ടാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണ്. മിടുക്ക് അതുപോലെ ഞാൻ മിടുക്ക് കാണിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ ഏതെങ്കിലും മിടുക്കൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കണം. പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബിസിനസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഷോപ്പുകളൊക്കെ അപ്പുറത്തൊക്കെ കിടക്കുന്നു. ബിജു ഇന്നടുത്ത് പോയി വാ എന്ന് പറഞ്ഞാൽ പോയിട്ട് വരണം. എന്തേ ഞാൻ തല കാണിച്ചിട്ടില്ല, പോയിട്ട് വരാം എന്ന് പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോയാൽ മതി. ഇവിടെ നിൽക്കാൻ താല്പര്യമാണോ? ഇപ്പോ ഇവിടെ വെച്ച് എനിക്ക് ഒറ്റ തീരുമാനമാണ്. അമ്മയുണ്ട്, സഹോദരിയുണ്ട്, എല്ലാവരോടും ചോദിക്കും. അമ്മയോട് പറഞ്ഞില്ലേ വിവരങ്ങളൊന്നും? നമ്മുടെ ബ്രോക്കർ പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവരോട് ഒരു വാക്ക് പറയണ്ടേ? അമ്മ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവരോട് പറയണ്ടേ? അത് പറയണം. അമ്മയോട് പറയണം, സഹോദരിയോട് പറയണം. അപ്പൊ അതൊരു വാക്ക് എനിക്ക് പറയണം, തീർച്ചയായിട്ടും പറയണം. അവരോട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നല്ലേ അതിന് മറുപടി. ആർഭാടമായിട്ട് കല്യാണം നടത്തണ്ട, അതിലും എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഇപ്പൊ എല്ലാം തീരുമാനം. അച്ഛനും അമ്മയോ പെങ്ങളോടോ സഹോദരിയുടെ മക്കളുണ്ട്, എനിക്ക് അവരെ കാണാൻ പോണേ, എനിക്ക് അമ്മയെ കാണാൻ പോണേ, അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട്, ഇവിടെ ആരും വരാൻ പാടില്ല. അങ്ങനെയൊക്കെ തീരുമാനത്തിൽ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പൊ പറയണം അമ്മയോടും സഹോദരിയുടെ ഒക്കെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തായാലും ബിനുവിനൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഇപ്പൊ അമ്മ സഹോദരി അവിടെ നിൽക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തിനെങ്കിലും എതിർപ്പുണ്ടോ ഇല്ലേ? അതെനിക്കിപ്പൊ നിർത്താൻ പറ്റൂല. എനിക്കും തോന്നാം, കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ കമ്പനി കൂടാ. അവിടെ തന്നെ ജീവിതം നശിക്കല്ലേ? എവിടെ നശിക്കത്തൊന്നുമില്ല. നശിക്കും, മദ്യത്തിലൂടെ ഒരു ജീവിതം നശിക്കും. അത് ഉറപ്പാ. ഈക്വലായിട്ട് വരും. അപ്പൊ നിങ്ങളെക്കാളും കൂടുതൽ അടിക്കുമായിരിക്കും ഞാൻ, എന്നെക്കാളും കൂടുതൽ അടിക്കുമായിരിക്കും നിങ്ങൾ. അങ്ങനെ വരുമല്ലയോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് നിർത്താൻ പറ്റില്ല. അവിടെ ഒരു ഈഗോ വരും. ഈഗോ വരുമ്പോഴേ നമ്മൾ തമ്മിൽ ഒരു മത്സരം. അങ്ങനെ പെഗ്ഗടിക്കാൻ മത്സരോ? അത് ശരി, മത്സരം വരും. എന്താണ് എന്നെക്കാളും കൂടുതൽ? അല്ല, പെഗ്ഗടിക്കുന്ന മത്സരം. കോഴിക്കാലും മത്സരം ഉണ്ടാക്കില്ലല്ലോ. കോഴിക്കാലം അത് എനിക്കതാണ്, കോഴിക്കാലാണ് എനിക്ക് ഇഷ്ടം. അത് ശരി. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു ഇത് വരില്ലേ? എനിക്കും എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലേ? ആ ഇഷ്ടങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ കേൾക്കട്ടെ. ഇഷ്ടം എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ സംസാരിച്ച് തീർന്നില്ലേ? എവിടെ തീരും? സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞേ. അപ്പൊ അമ്മയോടും പിന്നെ സഹോദരിയോടും ഒക്കെ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ എന്റെ ആദ്യത്തെ ഭർത്താവ് ഉണ്ടല്ലോ, അറിയാവല്ലോ ഇപ്പൊ എത്ര ബന്ധം മുടക്കുന്ന അറിയാലോ. ഇത് അറിയാതിരുന്ന ഭാഗ്യം.
ഞാൻ എൻ്റെ കണ്ടീഷൻസും ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. അപ്പം പെഗ് അടിക്കും, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വൈകുന്നേരം പുള്ളിയുടെ കൂടെ കമ്പനി കൂടി എനിക്ക് വൈകുന്നേരം ഇതില്ലാതെ പറ്റൂല. അത് ഉറക്കം അത് ഓരോരുത്തരെ ഇതില്ലേ പുള്ളി അതിന് മാത്രമേ ഉള്ള എതിർപ്പെന്ന്, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോണിൽ ഇപ്പൊ ഒരാടെ കോള് വരുന്നു, അതിപ്പോ നോക്കേണ്ട ആവശ്യമുണ്ടോ? അത് ചോദിക്കരുത്. പിന്നെ ഇവിടെ ആരെങ്കിലും വരുന്നു, ആര് വന്നു, എന്തിനു വന്നു, അത് തിരക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ആരെങ്കിലും വരുമ്പോൾ ഡോർ തുറക്കാൻ പറഞ്ഞാൽ ബിനു ഡോർ തുറക്കണം, മനസ്സിലായോ? ഗേറ്റ് തുറന്നു കൊടുക്കുന്നു പറഞ്ഞാൽ ഗേറ്റ് തുറന്നു കൊടുക്കണം. അതായത് പരസ്പര ബഹുമാനം ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് ഞാൻ പറഞ്ഞു. അതെ, ബിജുവിന് പറയാനുള്ളതെല്ലാം പറഞ്ഞല്ലേ. അവിടെ എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതൊന്നും പാടില്ല. ഒരു വേറൊരു കാര്യം ചോദിക്കും, ഇപ്പൊ ഒരു 10,000 രൂപ 50,000 രൂപയുടെ 1,00,000 രൂപയുടെ ആവശ്യം, അത് നിങ്ങളത് ചോദിക്കാതെ എടുക്കുന്ന അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ സ്വന്തം അതെന്തിന് അല്ല, സ്വന്തം പൈസ പോലെ തന്നെയല്ലോ. സ്വന്തം പൈസ എന്നോട് അത് പറയണം. അതിന്റെ കാരണം ആവശ്യങ്ങൾ എന്താണെന്ന് എന്നോട് പറയാതെ കൊടുക്കൂല. പെട്ടെന്ന് ഒരു സഹോദരിക്ക് ഒരു ആവശ്യം വന്നത് അല്ല, അവിടെ ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സഹോദരി അമ്മ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട ഇവിടെ. അല്ല, അമ്മയൊക്കെ കാണാൻ പോണ്ടേ? കാണാൻ വല്ലപ്പോഴും പോവുക എന്നല്ല, അവർക്ക് പോകാൻ പറ്റൂലെന്നാ പറഞ്ഞത്. അല്ല, അത് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒക്കെ പോകേണ്ടത്. അത് പോകാൻ പാടില്ല. അതെ, അത് ശരിയാവില്ല. അത് ഇടയ്ക്കൊന്ന് പോകണം, എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം. അമ്മയും കൂടെ പിന്നെ അമ്മയും കൂടെ പറപ്പല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വേറെ അത് ഓക്കെ ആണല്ല. പിന്നെ അതുപോലെ തന്നെ പോകുമ്പോഴത്തേക്കും 10,000-50,000 രൂപ അതാണ്. അത് മാത്രമല്ല, അങ്ങനെ പോകുമ്പോഴത്തേക്കും 10,000-50,000 രൂപ കയ്യിൽ കൊടുത്തു വിടണം. എന്ത് കൊടുത്തു വേണം? കൊടുത്തു വിടണം. കാരണം അവിടെ സഹോദരിക്ക് കൊടുക്കാനായിട്ട് ഇവിടുത്തെ വലിയ ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും പ്രതീക്ഷിക്കൂല. അവർ വലിയ വീട്ടിൽ വന്നാൽ മോൻ കല്യാണം കഴിച്ചെന്ന് അറിയാവല്ലോ, പിന്നെ വലിയ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യം എന്തുവാ? അല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു 10,000-50,000 രൂപ കൊടുക്കുന്നത്. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുവാണെങ്കിൽ കൊടുക്കാം. അത് മതി. ബിജുവിന് ഇപ്പൊ ഏതൊക്കെയാണ് വിഷയം? അത് പറഞ്ഞോ, തുറന്നു പറഞ്ഞോ, അങ്ങോട്ട് നോക്കി പറഞ്ഞോ. നമ്മുടെ പറഞ്ഞു കഴിഞ്ഞല്ലോ, കുറച്ച് പറഞ്ഞോ, ഒന്നും വിഷയമില്ല. ബിജു അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എന്താ സംഭവം എന്നറിയാം. ഞാൻ സ്മോൾ അടിക്കും, ഞാൻ പറഞ്ഞ കമ്പനി കൂടിക്കോളാൻ പറഞ്ഞു. അത് ശരിയല്ല. കമ്പനി കൂടുന്ന അളവ് കൂടി പോവുന്നു. അത് ശരിയല്ല. എന്നെക്കാളും മത്സരം ഉണ്ടാവുമെന്ന്. ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, കോഴിക്കാലിന് മത്സരം ഉണ്ടാവുമോ? അവിടെയാണ് പരസ്പരം ചർച്ചയില്ലാതെ വരുന്നത്. എവിടെ? ഈ വെള്ളം അടിക്കുന്നതിനകത്ത്, കമ്പനി കൂടി വെള്ളം അടിക്കുന്നതിനകത്ത് ഒരുപാട് കുടുംബങ്ങളില്ല. ന്യായമാണ്, അതുകൊണ്ടാണ് പറയുന്നതിലും കാര്യമുണ്ട്. അതും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി ഒരു ഭർത്താവിന്റെ മുമ്പ് ഇരുന്ന് സ്മോൾ അടിക്കുന്നത് ശരിയല്ല, തെറ്റാണ്. എല്ലാം ക്ഷമിക്കാം. പക്ഷെ എന്താടാ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? എന്തിനാണ് ഇവിടെ വന്നേ? ഇവിടെ എന്താ പരിപാടി? നീ എന്തിനാ ഇവിടെ വന്നേന്ന്? ഇവിടെ എന്താടി പരിപാടി? നിന്നോട് കേറുന്ന ഞാൻ പറഞ്ഞിട്ടില്ലയോ? നിന്നോട് ഇവിടെ കേറുന്ന ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ നിനക്ക് പെണ്ണ് കാണല്ല? പെണ്ണ് കാണും. ഇല്ല, പലവണ പറഞ്ഞിട്ടില്ലേ? നീ പറഞ്ഞ ഞാൻ കേൾക്കണോ? കേൾക്കണം. നിനക്ക് തരാൻ തന്നിട്ടില്ലയോ? തന്നതല്ലേ, നീ എല്ലോ ബന്ധം ഒഴിപ്പിച്ച ഒരു കാര്യത്തിൽ സമ്മതിക്കത്തില്ല. വിചാടി എനിക്കിത് കാണണമല്ലോ. നിങ്ങൾ എന്തെടുക്കും? നിങ്ങൾ എന്തെടുക്കും? എടാ, നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതേപോലെ ആരെയും വിളിച്ചോണ്ട് ഇവിടെ വരണമെന്ന്. ബിജു ബിജു ബിജുവേ, ബിജു അവിടെ നില്ലേ? അവധിയുടെ ഓമയകോട് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് കേട്ടോ. പേടിച്ചോയാ? ആർക്കായിരുന്നാലും പേടി വരും. അപ്പൊ രാമ കൊണ്ടൊന്നും പറ്റിച്ചില്ലേ? കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ പൊതുവെ സംഭവം എന്ന് പറഞ്ഞാല് ബ്രോക്കർമാർ എന്താണ് ഏതാണ് ഒന്നൊന്നും അറിയണ്ട, അങ്ങേർക്ക് കിട്ടാനുള്ള കമ്മീഷൻ കിട്ടിയാൽ മതി, എന്ത് ബന്ധവും എവിടെയും കൂട്ടി വയ്പ്പിക്കും. എല്ലാ ബ്രോക്കർമാരും അല്ല, അതാണ് ചില ടീമുകൾ ഇതിനായിട്ടുണ്ട്. അതെ, അപ്പം അതിന് അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്തത്. നിങ്ങൾക്ക് ഒരു നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരണമെന്ന് റാം പറഞ്ഞു. റാമിന്റെ ആഗ്രഹമായിരുന്നു. പെട്ടെന്നൊരു വിളി വന്നപ്പോഴും ഞാനും പ്രതീക്ഷിച്ചില്ല. അല്ല, പല പ്രാവശ്യം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കമ്പ്യൂട്ടർവൽക്കരിച്ച് ഇപ്പോൾ ജാതകപ്പൊരുത്തവും പരസ്പരം കൂട്ടിയിണക്കലും ഒക്കെ ആയിട്ടും ഇന്നും ജോലി അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ബ്രോക്കർമാരുടെ ഒരു കഥയാണ് ഞങ്ങൾ ഈ ടീമിലൂടെ അവതരിപ്പിച്ചത്. അതിന് ഇരയായത് ബിജു ആയിരുന്നു എന്നുള്ളതാണ്. ബിജുവിനെ കൊണ്ടുവന്നത് നമ്മുടെ റാമാണ്. റാമിൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അദ്ദേഹത്തിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ബിജുവിനെ ഇവിടെ കൊണ്ടുവന്നത്. ബിജു ഇവിടെ വന്നപ്പോൾ തന്നെ അനിതയെ കണ്ടപ്പോൾ തന്നെ ഒരു പൊടിക്ക് ഇഷ്ടം തോന്നി, കല്യാണം കഴിക്കാനൊക്കെ തോന്നിയെങ്കിലും പക്ഷെ ഇങ്ങനെ ഒരു തൻ്റെ ഇടം പിടിച്ചൊരു പെണ്ണ് കാണൽ ആദ്യമായിട്ടായി. ശരിക്കും കണ്ട് ഇഷ്ടപ്പെടരുത്, അതായിരുന്നു ഞങ്ങളെ ലക്ഷ്യം. അതെ 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 അതെ
അല്ല അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു കോർഡിനേഷൻ നമ്മളെ ലേഖകനായ അനിൽ വേലപ്പനാണെങ്കിലും അതിനു വേണ്ടി ഇവിടെ നമ്മുടെ കൊല്ലായിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NS നവനീത് കുമാർ, അദ്ദേഹം ആണ് നമുക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ അല്ലേ എല്ലാം സജ്ജീകരിച്ചു തന്നത്. ബിജു എന്തിനാ ഇങ്ങനെ അവിടെ കിടന്ന് ഓടിയത്? ഒരു പെണ്ണ് ആലോചിച്ച് വന്നതല്ലേ? പേടിച്ചോ? പേടിച്ചൊന്നുമില്ല. പിന്നെ ഓടിയെന്തിനാ? പിന്നെ ദിവസം വെള്ളം അടിക്കുന്ന പെണ്ണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകെ മനസ്സങ്ങ് മടിച്ചു പോയി. പിന്നെ അതാരാലും മടിച്ചു പോകില്ലേ? പിന്നെ ദിവസം അടിക്കുന്ന ഒരു കോഴിക്കാലി വേണം. അപ്പൊ തന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ അപ്പോഴേ മനസ്സിൽ നിർത്ത്. അല്ല, നല്ല മനസ്സുള്ള മനുഷ്യനാണ് റാം പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഇനി കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കൗമുദി ടിവിയുടെ ക്യാഷ് പ്രൈസ് ആണ് മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, കാസ്റ്റിൽ ഓഫ് ജീൻസ് തൃക്കാക്കര കൊച്ചി നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.